ശ്രീ സേനാപതി വേണു ഹസ്കർ പറയുന്നത് പ്രതിപക്ഷം ഇത് ഒരായുധമാക്കി എടുത്തിരിക്കുന്നു എന്നാണ്. പ്രതിപക്ഷം എന്നല്ല, ആരും ഈ ഡോക്ടറുടെ വാക്ക് വിശ്വസിച്ച് സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ ഡോക്ടർ പറഞ്ഞത് അപ്പാടെ വിശ്വസിക്കേണ്ടി വരികയാണ്. മഞ്ജുഷെ, ആരോഗ്യ മേഖലയിൽ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, അവർക്കെല്ലാം നമുക്ക് ബിഗ് സല്യൂട്ട് നൽകണം. കാരണം അവരുടെ എല്ലാം സേവനം അത്രയും മികച്ചതാണ്. ഞാൻ മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞൊരു വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. നമ്പർ വൺ എന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ, അത് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണം. ഇത് കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഒരുപക്ഷെ നിർഭാഗ്യം കൊണ്ട് ഇപ്പോൾ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോലും അംഗമല്ലാത്ത കേരളത്തിന്റെ പ്രഗത്ഭനായ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞ വാക്കാണ്. ഈ നമ്പർ വൺ എന്നുള്ളത് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ, അത് നാട്ടുകാർക്ക് കൂടി ബോധ്യപ്പെടണം എന്നുള്ളതാണ്. ഞാൻ അനുബന്ധമായി ഒരു കാര്യം കൂടി ഒരു സെക്കൻഡിൽ അങ്ങേ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അവരുടെ ഒരു സ്വകാര്യമായ മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം പരസ്യമായി. എന്താണെന്നറിയോ? A+ തള്ളിയിട്ട് കേരളത്തിൽ നടക്കാൻ പറ്റത്തില്ല. A+കാരിൽ ബഹുഭൂരിപക്ഷത്തിനും, ഞാൻ ആരെയും വിദ്യാർത്ഥികളെ അല്ല അപമാനിക്കാനോ ആക്ഷേപിക്കാനോ അല്ല, A+കാർക്ക് പോലും മലയാളം കൂട്ടി വായിക്കാൻ അറിയാൻ മേലാത്ത നാടായി കേരളം മാറി എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞൊരു കാര്യം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തും ആ ചർച്ചയിൽ പറഞ്ഞതുമാണ്. ഇതാ അതുപോലെ ഒരു വെളിപ്പെടുത്തൽ കേരളത്തിൽ വന്നിരിക്കുകയാണ്. ഈ നമ്പർ വൺ എന്നുള്ള തള്ളൽ, ഇത് ഹസ്കറിനെ പോലുള്ള ആളുകളും ഇത് ഒരു പ്രചരണമായിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേരളം നമ്പർ വൺ എവിടെയാ? ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആയി നിൽക്കുമ്പോഴാണ് പഴയ കണക്കുകളൊക്കെ പുറത്തു വന്നത്. ശ്രീ ഹരിദാസ് സാർ സൂചിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. 27,000 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ മറച്ചു വെച്ച ഒരു നാട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആരോഗ്യരംഗത്ത് ഈ കോവിഡിന് ആ കാലഘട്ടം അഴിമതിക്കുള്ള ഒരു വേദിയാക്കി മാറ്റി എന്നുള്ളതാണ്. PPE കിറ്റിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയാൻ പോകുന്നില്ല. കാരണം 500 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 1500 രൂപയ്ക്ക് മേടിക്കുക, 3 രൂപയ്ക്ക് കിട്ടുന്ന കയ്യുറ 15 രൂപയ്ക്ക് മേടിക്കുക. ഇതൊക്കെ എന്നിട്ട് പറയുന്നത് എന്താണ്? സാധനം ലഭ്യമല്ലാത്തത് കൊണ്ട് കിട്ടിയ വിലയ്ക്ക് നമ്മൾ മേടിച്ചു എന്നുള്ള. ഞാൻ പറഞ്ഞു വന്നത്, ആരോഗ്യ മേഖലയെ ഈ അനാരോഗ്യം കാർന്നു തിന്നാൻ തുടങ്ങിയത് ഈ കോവിഡിനോട് അനുബന്ധിച്ചുള്ള ഈ കള്ളത്തരങ്ങളും അഴിമതികളുമാണ്. ഇന്ന് അത് അതിന്റെ പാരമ്യതയിൽ എത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു ഡോക്ടർ, സത്യസന്ധനായ ഒരു ഡോക്ടർ, ആ ഡോക്ടർ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ഇവിടെ ഹാരിസും ഹരിദാസ് സാറും ഒക്കെ പറഞ്ഞു, നമ്മൾ ആ ഡോക്ടറെ കാണുന്നു, അദ്ദേഹത്തിന്റെ ചിത്രവും നമ്മൾ കാണുന്നു, അദ്ദേഹത്തിന്റെ യാത്രാവാഹനവും കാണുന്നു. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ഏറ്റവും മുന്തിയ ഇനം വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഡോക്ടർമാരെയാണ് നമ്മൾ കാണുന്നത്. അവർ അങ്ങനെ സഞ്ചരിക്കണം, അതാണ് നമ്മുടെ. പക്ഷേ ഇത് ഒരു പിയൂണോ അല്ലെങ്കിൽ പിയൂണിന് മുകളിലുള്ള ഒരു സാധാരണ ജീവനക്കാരൻ സർക്കാർ ഓഫീസിലേക്ക് പോകുന്ന ഒരു 2 വീലറിൽ ഈ മനുഷ്യൻ പോകുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ശിരസ് നമിക്കണം. ഒന്ന്, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രി പറഞ്ഞത് മികച്ച ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം. ഈ മികച്ച ആരോഗ്യ മേഖല ഇതെവിടെയാണ് മഞ്ജുഷെ? കേരളത്തിന്റെ മികച്ച ആരോഗ്യ മേഖല ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ഹരിദാസ് സൂചിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, അദ്ദേഹം പറയുന്നതിനിടയ്ക്ക് വിട്ടുപോയതാണ്. ICUവിൽ തീ പിടിക്കുന്നു. നിങ്ങൾ അറിയണം, ICUവിൽ ആരെയും അഡ്മിറ്റ് ചെയ്യുന്നത്? മനുഷ്യൻ മരണാസന്നായി കിടക്കുമ്പോൾ അവന്റെ ഒരു ആശ്രയമാണ് ICUവിൽ തീ പിടിക്കുമ്പോൾ ആളുകളെ എങ്ങോട്ടാ മാറ്റുന്നത്? 4-5 ആളുകൾ മരിച്ചു, പുക ശ്വസിച്ചാണ് മരിച്ചതെന്നാണ് പുറത്തു പറയുന്നത്. പക്ഷെ പറയുന്നത് സ്വാഭാവിക മരണം. ICUവിൽ തീ പിടിക്കുന്ന ഒരു നാടായി ഈ കേരളം മാറുന്നു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ ഒക്കെ സ്ഥിതിവിശേഷം നമ്മൾ കാസർഗോഡ് ഒന്ന് പരിശോധിക്കുക. കോവിഡ് കാലത്ത് ടാറ്റ പണിതു കൊടുത്ത ആശുപത്രി ഉണ്ടല്ലോ, എത്രയോ ബെഡുകളുള്ള ആശുപത്രിയാ ഈ അലുമിനിയം ഫാബ്രിക്കേഷനിലൂടെ അവർ പണിതു കൊടുത്തത്. ഇന്ന് അതിന്റെ സ്ഥിതിവിശേഷം എന്താ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാസർഗോഡ് അവിടുത്തെ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി അനുവദിച്ച അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ച മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതിവിശേഷം എന്താ? ഒട്ടേറെ പദ്ധതികൾ ഈ രീതിയിൽ ഇപ്പോൾ ഓരോയിടത്തു നിന്നും ഓരോ വാർത്തകൾ വരുന്നുണ്ട്. ഇന്ന് തന്നെ ന്യൂസ് 18 പദ്ധതി അത് കേരളത്തിൽ പാളുകയാണ്. അല്ല, പല കാരണങ്ങളാൽ കൊണ്ട് സംസ്ഥാന സർക്കാരിന് ആരോഗ്യ വകുപ്പിന് പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അതിലൊന്നാണ് അമ്മയും കുഞ്ഞും പദ്ധതി. ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് അത്തരമൊരു സ്റ്റോറി വന്നിരുന്നു. ന്യൂസ് 18 കേരളമാണ് അത് റിപ്പോർട്ട് ചെയ്തത്. അവിടെയും സംസ്ഥാന സർക്കാരിൻ്റെ പാളിച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ചില ആവശ്യങ്ങൾ
അത് അംഗീകരിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് ഇടയ്ക്ക് വെച്ച് ഫണ്ട് നിർത്തലാക്കപ്പെടുന്നു. അതിന് പിന്നാലെ ഈ പദ്ധതി പാളുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം നൽകുന്നില്ല. 60-40 അനുപാതമാണല്ലോ വരുന്നത്. ഇങ്ങനെ പല പദ്ധതികളിലും ഇങ്ങനെ തടസ്സങ്ങൾ നേരിടുകയാണ്. ഇതൊന്നും പുറത്തേക്ക് അറിയുന്നില്ല. പക്ഷേ ആവശ്യമുള്ള ആളുകൾ ഈ സഹായം തേടിയെത്തുമ്പോഴാണ് ഇത് അറിയുന്നത്. അവിടെയും പക്ഷേ ഒരു സ്റ്റിക്കർ അടിച്ചു വെച്ചിരിക്കുകയാണ്, നമ്പർ 1 കേരളം ആരോഗ്യരംഗത്ത് എന്ന്. അങ്ങനെ പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതേ രംഗത്ത് നിന്നുള്ള ഒരാൾ തന്നെ വന്നു നിന്ന് ഇക്കാര്യം പറയുമ്പോൾ അയാൾക്കെതിരെ വാളെടുക്കുകയാണ്.